Number 15, ഒരു ഡയോഡ് സർക്യൂട്ട് ഈസ് ഗിവൺ. ആ ഡയോഡിൻ്റെ മാക്സിമം പവർ 100 മില്ലി വാട്ടാണ്. അതിന് അക്രോസ് ഉള്ള ഫോർവേഡ് ഡ്രോപ്പാണ് 0.5. അതായത് இந்த ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് பண்ணാവുന്ന മാക്സിമം പവർ. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എപ്പോഴും ഇത് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ ഇതിൻ്റെ അക്രോസ് ഉള്ള ഡ്രോപ്പ് 0.5 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള കറണ്ട് ലിമിറ്റഡ് ആയിരിക്കണം. ബിക്കോസ് ഇതിനകത്ത പവർ 100 മില്ലി വാട്ട് മേലെ വരക്കൂടാതെ വന്നാൽ இந்த ഡയോഡ് ഡിസ്ട്രോയ് ആയിടും. ഓക്കെ, അപ്പോൾ നൗ a 1.5 battery is connected. അപ്പോൾ ഇതിനകത്ത് ഈ റെസിസ്റ്ററിനെ വി ക്യാൻ സേ ദ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. അപ്പോൾ ഇവിടെ 0.5 വോൾട്ട് ഡയോഡിന് അക്രോസ് ഡ്രോപ്പ് ആയാൽ റിമൈനിങ് 1 വോൾട്ട്, ഇവിടെ മൊത്തം 1.5 തന്നെ, റിമൈനിങ് 1 വോൾട്ട് ഇൻ ദ റെസിസ്റ്ററിന് അക്രോസ് ആണ് വരും. അപ്പോൾ ആ 1 ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും ഇതിലെ കറണ്ട്. ബിക്കോസ് വി ബൈ ആർ ഈസ് ദ കറണ്ട്. ആ കറണ്ട് தான் இந்த ഡയോഡിലൂടെയും വരും. അപ്പോൾ യൂസിങ് ദ റെസിസ്റ്റർ ഐ ക്യാൻ കാൽക്കുലേറ്റ് ദ കറണ്ട് ബിക്കോസ് 1 ഡിവൈഡഡ് ബൈ ആർ. அந்த കറണ്ട് ഒരിക്കലും ഇതിൻ്റെ മാക്സിമം കറണ്ട് കപ്പാസിറ്റിയെ താണ്ടക്കൂടാതെ. അപ്പോൾ ഇതിൻ്റെ മാക്സിമം കറണ്ട് എപ്പടി കണ്ടുപിടിക്കും? ഇതിനകത്ത് മാക്സിമം പവർ 100 മില്ലി വാട്ട്, ഇതിൻ്റെ വോൾട്ടേജ് 0.5. അപ്പോൾ പവർ ബൈ വോൾട്ടേജ് എടുത്താൽ എന്ത് கிடைക്കും? ഡയോഡിൻ്റെ മാക്സിമം കറണ്ട് கிடைക്കും. ദാറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡൂയിങ്. ഓക്കെ, therefore this is the circuit diagram redrawn. I am assuming a current here. അപ്പോൾ drop across the diode is 0.5. therefore voltage across the resistor is 1 volt and power of diode is V into I max. I max is the maximum current carrying capacity of the diode, 100 into 10 power minus 3. therefore I max we are finding because ഇതിന് across 0.5 ഇതിലെ കറണ്ട് പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് 0.2 ആംബിയർ ആണ് இந்த ഡയോഡിന് ഹാൻഡിൽ பண்ணാവുന്ന മാക്സിമം കറണ്ട്. അപ്പോൾ ആ കറണ്ട് ഈക്വൽ ടു വി ആർ ബൈ ആർ. അറ്റ് ദ മാക്സിമം കണ്ടീഷൻ കറണ്ട് ഷുഡ് ബി വി ആർ ബൈ ആർ ആയിരിക്കും. therefore V is 1 by R is equal to 0.2 and R equal to 5 ohm എന്ന് കിടക്കും. നോ ക്വസ്റ്റ്യൻ നമ്പർ 17. ഒരു ആൽഫ പാർട്ടിക്കിളും ഒരു പ്രോട്ടോണും ഒരു ഡി ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ രണ്ടുപേരും പോസിറ്റീവ് ചാർജസ് ആണ്. therefore they will repel each other and they will move away. ബട്ട് ഈ രണ്ടുപേരും റിപ്പൽ பண்ணுന്നത് ഇഫ് യു കൺസിഡർ ദം as എ സിംഗിൾ സിസ്റ്റം, രണ്ടുപേരെയും ഒരൊറ്റ സിസ്റ്റമായിട്ട് എടുത്താൽ അവർ ബിറ്റ്വീൻ ദേ ആർ എക്സേർട്ടിങ് എ ഫോഴ്സ്. ആ ഫോഴ്സ് ഫോർ ദാറ്റ് സിസ്റ്റം ഇറ്റ് ഈസ് ഇൻറ്റേർണൽ. അതായത് ആൽഫ പാർട്ടിക്കിൾ പ്രോട്ടോണിന് കൊടുക്കുന്ന ഫോഴ്സും പ്രോട്ടോൺ വന്ന് ആൽഫ പാർട്ടിക്കിളിന് കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. therefore internal force യൂസ് பண்ணிയിട്ടാണ് they are separating each other. therefore we can apply conservation of momentum. അപ്പോൾ ഇനിഷ്യലി രണ്ടുപേരും റെസ്റ്റിലാണ്. therefore their momentum is 0 and due to their mutual repulsion they are moving away and they are going to infinity. and the infinity യിൽ വരുമ്പോൾ what is their velocity അതാണ്. therefore we can apply the conservation of momentum. കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് അപ്ലൈ பண்ணுമ്പോൾ ഇതിൻ്റെ മാസ്, പ്രോട്ടോണിൻ്റെ മാസ് എം ആണ്, ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് 4m ആണ്. ബിക്കോസ് പ്രോട്ടോണിൻ്റെ 4 ടൈംസ് ആയിരിക്കും ആൽഫയുടെ മാസ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് അപ്ലൈ பண்ணுമ്പോൾ ദാറ്റ് ഇൻഫിനിറ്റി മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇൻറ്റു വെലോസിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് 0 ബിക്കോസ് ഇനിഷ്യൽ മൊമെൻറ്റം ഈസ് 0. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മറ്റും എടുത്ത് റേഷ്യോ എടുക്കുമ്പോൾ 4:1 എന്ന് വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18. இந்த ഡയഗ്രാം ബാർ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഈ രണ്ട് റെസിസ്റ്റേഴ്സും പാരലാണ്. therefore ഇത് 4ഉം 2ഉം ബദലായിട്ട് ഒരു സിംഗിൾ ഒരു കപ്പാസിറ്റർ ആയിട്ട് എഴുതാം. റെസിസ്റ്റർ കിടയാതെ കപ്പാസിറ്റർ 4 + 2 6 ആകും. അപ്പോൾ ഒരു 3ഉം 6ഉം ഇവിടെ 0 വോൾട്ട്. അപ്പോൾ ഈ പോയിന്റിൽ தான் 1200 അപ്ലൈ பண்ணுന്നത്. അപ്പോൾ ഇവിടെ 1200, ഇവിടെ ഞാൻ അസ്യൂമിങ് ദ വോൾട്ടേജ് ഈസ് വി പി. ഈ വി പി தான் കണ്ടുപിടിക്കണം. ഇവിടെ ഒരു 6 കപ്പാസിറ്റർ വരും, 6 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ. ഇവിടെ വോൾട്ടേജ് 0. therefore if we consider the circuit, ഇത് നമ്മുടെ ഇനിഷ്യൽ സർക്യൂട്ട്, അതിന് ഇപ്പോഴും റീഡ്രോ അല്ല. അപ്പോൾ ഈ വി പി ഇതാൻ വേണം. അപ്പോൾ ഇതൊരു സീരീസ് കണക്ഷനാണ്. ഇതിലൂടെ രണ്ട് കപ്പാസിറ്ററുടെയും ഫ്ലോ പറ്റുന്ന കറണ്ട് സെയിം ആണ്. അപ്പോൾ സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം, കപ്പാസിറ്ററിൻ്റെ കേസിൽ വി ആർ സെയിം, ചാർജസ് സെയിം. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള ചാർജും ഇതിന് അക്രോസ് ഉള്ള ചാർജും സെയിം ആണ്. അപ്പോൾ ചാർജ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സി എவ்வளവാണ്? ഇതിൻ്റെ കപ്പാസിറ്റൻസ് 3 × 10⁻⁻6. അത് ഇൻറ്റു ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇവിടെ 1200, ഇവിടെ വി പി. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലേറ്റ് എന്നാണ്. അപ്പോൾ 1200 മൈനസ് വി പി. അപ്പോൾ അതാണ് ഇതിനകത്തെ ചാർജ് Q1. ഇനി ഇതിനകത്തെ ചാർജ് എപ്പടി എഴുതാം? ഇതിന് അക്രോസ് ഉള്ള ഡ്രോപ്പ്, ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇത് വി പി മൈനസ് 0 ഇൻറ്റു ഇതിൻ്റെ കപ്പാസിറ്റൻസ് 6 × 10⁻⁻6, അത് Q2. ഇത് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് இந்த Q1ഉം Q2ഉം സെയിം ആകണം, ദാറ്റ് ഈസ് സീരീസ്. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് பண்ணுമ്പോൾ വി പിയുടെ റിലേഷൻ വരും. വി പി വിൽ ഗെറ്റ് 400 വോൾട്ട്. സിമ്പിൾ കാൽക്കുലേഷൻ.
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ഇവിടെ കോമ്പിനേഷൻ ഓഫ് ഗേറ്റ്സ് ആർ ഗിവൺ. ഇതൊരു നോട്ട് ഗേറ്റ്, ഇതൊരു നോട്ട് ഗേറ്റ്. അപ്പോൾ എ ഇവിടെ വരുമ്പോൾ എ ബാർ ആകും, ഇവിടെ ബിയുടെ ഔട്ട്പുട്ട് ബി ബാർ. ഇതൊരു നോർ ഗേറ്റ് ആണ്, ഇതിൽ ഓറും ഇവിടെ ഒരു നോട്ട് ഓപ്പറേഷൻ. അപ്പോൾ ഇത് എ ബാർ പ്ലസ് ബി ബാർ, അത് ഓർ ഓപ്പറേഷൻ. അതിൻ്റെ നോട്ട് ഓപ്പറേഷൻ വരുമ്പോൾ ഓൾ കോഞ്ചുഗേറ്റ്. അപ്പോൾ ബൈ ഡിമോർഗൻസ് ലോ എ ബാർ പ്ലസ് ബി ബാർ ഓൾ കോഞ്ചുഗേറ്റ്. എപ്പടി എഴുതാം? എ ബാർ ബാർ ഇൻറ്റു ബി ബാർ ബാർ. എ ബാർ ബാർ മീൻസ് എ, ബി ബാർ ബാർ മീൻസ് ബി. അപ്പോൾ എ ഇൻറ്റു ബി. അപ്പോൾ ഇവിടെ വരുന്നത് എ ഇൻറ്റു ബി. ഇവിടെ നോട്ട് ഓപ്പറേഷൻ വരുമ്പോൾ എ ഇൻറ്റു ബി ഓൾ കോഞ്ചുഗേറ്റ് എന്ന് വരും. ഈ എ ഇൻറ്റു ബി ഓൾ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ നാൻഡ്. അപ്പോൾ ദിസ് ആൻസർ ഈസ് എഫക്റ്റീവ്ലി ദിസ് ഈസ് ബിഹേവ് ലൈക്ക് എ നാൻഡ് ഗേറ്റ്.